അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ ആയിട്ട് എല്ലാരും ഒന്ന് കൂടി നിന്നത്. മോനെ അപ്പൊ എന്താണ് പ്രണയത്തെ കുറിച്ച്? പ്രേമമോ അമ്പടി ജിഞ്ചിന്നാക്കടി ഞങ്ങളെ നമ്പാൻ പറ്റില്ല, രൂപിക്കല്ലാരും വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്നല്ല ചുമ്മാ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. എന്താണ് തുറന്ന് പറയാൻ പറ്റുമോ ഇതിൽ? തുറന്നു പറയാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് അടി ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഒരു പ്രണയം ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ അതിനോട് വലിയ താല്പര്യമില്ല. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാം. എന്താണ് എനിക്ക് വേണ്ടില്ല. അല്ല, അങ്ങനെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടാവില്ലേ ആരോടെങ്കിലും? അങ്ങനെ തോന്നിയിട്ടില്ല. ഓൺലി ഫ്രണ്ട്സ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. എന്താണ് എന്താ എന്താണ് പറയാനുള്ളത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. എന്താണ് പറയാനുള്ളത് പ്രണയത്തെ കുറിച്ച്? പറയില്ല, പെണ്ണിനെ നമ്പിനെ ഊമ്പിനെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പെണ്ണിനെ നമ്പിനെ ഊമ്പിനെ, അത്രയേ ഉള്ളൂ. ഒന്നും പറയില്ല. ശകലകലാവല്ലഭൻ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? എന്താണ് എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് ഈ ഏട്ടനാ. എന്താണ് അയ്യടാ, എന്തൊരു നാനും. കിട്ടിയോ? അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? കിട്ടിയോ? ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാരജീവി. നല്ല ബെസ്റ്റ് പെണ്ണാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ലവറോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥമായി പ്രണയത്തെ കുറിച്ച് എന്താണ് തുറന്നു പറയാനുള്ളത്? എന്താണ്? പ്രണയം ഇല്ല, ഒരാളെ സെറ്റാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണിപ്പോ ചെയ്യുന്ന പണി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഒരാളെ കറക്കാൻ വേണ്ടി നിക്കുന്നു. അതിന്റെ ആള് ഫ്രണ്ടായിട്ടാണ് നമ്മളെ കാണുന്നത്. കാന്താരി അല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതൊക്കെ ഉള്ളു. നിലവിൽ ഏതെങ്കിലും പ്രണയം പരാജയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇതൊക്കെ എന്ത് എന്താണ് അതിൽ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ പെയിനൊന്നും ഇല്ല. നമ്മള് പോണത് പോട്ടെന്ന് നിൽക്കത്തുള്ളൂ. നമ്മളങ്ങനെയാണ്, നമുക്ക് അത്രേ ഉള്ളൂ. പ്രണയിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഈ തലമുറയിലെ ആൾക്കാരോട്? തലമുറ കാലത്ത് എന്തിനു നല്ല പറഞ്ഞിട്ടുണ്ടോ? നിങ്ങള് നേരത്തായിട്ട് പ്രണയിക്കുന്ന ആളുകളെ ഊമ്പിക്കാതിരിക്കരുത്. നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ ഒരു പ്രണയം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയോട് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടോ? നമ്മള് വിട്ട കേസ് വിട്ടതാണ്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഒരു ആദ്യ ക്രഷിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആരുടെങ്കിലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ? അല്ലെങ്കിൽ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക, വേറൊന്നും പറയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ വിളിക്കുന്നേ നിന്നോടെ ചോട്ടിൽ മുറുക്കി കുത്തിയ